എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചപ്പാവയ്ക്ക കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കും. നമുക്ക് ഇപ്പോൾ സീസണാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് ഇഷ്ടംമാതിരി കിട്ടുന്ന സമയമാണ്, വില കുറച്ച് കിട്ടും. അപ്പോൾ നമ്മളിത് കൂടുതൽ പാവയ്ക്ക മേടിച്ച് വാട്ടി ഉണക്കി എടുത്ത് വച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയൊന്നും ഇല്ലാത്ത സമയത്ത്, ഇപ്പോൾ മെഴുക്കുവരട്ടിയോ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ പാവയ്ക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, എന്തെങ്കിലും നിസ്സാര കറി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ കാര്യം കഴിച്ചു കൂട്ടാം. അത് മഴ സമയത്തൊക്കെ എടുക്കാം. ഇത് നല്ലോണം ഉണക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. അത് കാറ്റ് കയറാത്ത നല്ല ടിന്നിലിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് ഈ സീസൺ മഴ ഈ സമയമാകുമ്പോൾ പാവയ്ക്ക് ഇഷ്ടംമാതിരി വരും. അപ്പോൾ നമ്മളങ്ങനെ മേടിച്ച് ഉണക്കി എടുത്ത് വയ്ക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പാവയ്ക്ക മേടിച്ച് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ട് ഇതുമാതിരി വട്ടം ഇങ്ങനെ അരിയണം. ഭയങ്കര കട്ടി പാടില്ല, ഇങ്ങനെ വട്ടം. ഇത് ഞങ്ങൾ ഇതേ കുറച്ച് അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത്ര അരിയാനുണ്ട്. അരിഞ്ഞ് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇത്രയും കട്ടിയേ പാടുള്ളൂ. കണ്ട, ഇങ്ങനെ കട്ടിയിൽ അരിയാം. അപ്പോൾ അതെ, നമ്മുടെ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞു കേട്ടോ. വെള്ളം വെച്ചേക്കാണ്, തിളയ്ക്കാനായിട്ട് വെള്ളം വെച്ചു. വെള്ളം തിളച്ച് കിടക്കുകയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടണം. ഈ പാവയ്ക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മളിത് വറുത്ത് കഴിഞ്ഞാൽ ഉപ്പൊന്നും ചേർക്കില്ല. ഇങ്ങനെ ഈ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കഴിഞ്ഞാൽ അതൊന്ന് പിടിച്ചോളും. വെള്ളം തിളച്ചു. ഇനി നമ്മൾ ഈ പാവയ്ക്കയിലേക്ക് ഇടും. ഇനി ഇത് നമ്മളൊരു ഇത് കൊണ്ടൊന്ന് താത്തി കൊടുക്കുക. വെള്ളം ഇതൊന്ന് തിളയ്ക്കണം. ഒരു തിള വന്നേച്ചാൽ മതി. ഒരു തിള വന്നു കഴിയുമ്പോൾ ഇത് കുറ്റിയെടുക്കണം. ഇനി ഉപ്പ് നോക്കുമ്പോൾ, ഇനി അറിയാൻ പാടില്ലാത്തൊരു ഉപ്പ് നോക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് വേണമെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചൊന്ന് വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ ഇടുന്ന ഉപ്പ് ഇതുമ്പോൾ പിടിച്ചോളും പാവയ്ക്ക്. പിന്നെ നമ്മളിത് വറക്കുമ്പോൾ വേറെ ഉപ്പൊന്നും ചേർക്കണ്ട. ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളത് കോരി എടുക്കാൻ പോകണം. കോരി ഇങ്ങനത്തെ ഒരു അരിപ്പ് പാത്രത്തിലേക്ക് കോരി വയ്ക്കും. ഇനിയിപ്പം നമ്മൾ ഇത് ഉണക്കാനായിട്ട്, വെള്ളം വാഴ്ന്നു പോകാനായിട്ട് നിങ്ങൾ പാത്രത്തിലിട്ടിട്ടുണ്ടല്ലോ. ഇനി നമ്മൾ ഉണക്കാനായിട്ട് ഒരു പായിട്ട് അതിൽ ഈ ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് കേട്ടോ നമ്മൾ ഇടുന്നത്. ഇങ്ങനത്തെ വെയിലാണെങ്കിൽ ഇന്ന് മുക്കാ ഭാഗം ഉണങ്ങും. എന്നിട്ട് നാളെ ഇങ്ങോട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യണ്ട. ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഉണങ്ങിയ പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ മതി. നല്ല വെയിലാണിപ്പോൾ. കാലത്ത് ഇന്ന് പാവയ്ക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി കാണിച്ചില്ല. അപ്പം അത് ഉണങ്ങിയിട്ടില്ല. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണക്കി വെച്ചതാണ്. അത് ഞാനപ്പോൾ വറുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ.
ഇത് മുളക് കൊണ്ടാട്ടാണ് കേട്ടോ. ഇതും ഞാൻ തന്നെ ഉണ്ടാക്കണതാണ്. അതും ഞാൻ ഒരു ദിവസം ഉണ്ടാക്കണം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ പറക്കാട്ടാ. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാനൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ ഇത്തിരി തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കധികം കറികളൊന്നും വേണ്ട, ഇത് കൂട്ടി നമുക്ക് കഴിക്കാം. പെട്ടെന്ന് നമുക്കൊരു എവിടെയെങ്കിലും പോയി വന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റണ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട, പുറത്തുനിന്ന് ഭക്ഷണവും കഴിക്കണ്ട. അപ്പോൾ ഇത് നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, ചെമ്മീനാണ്. ഇത് കഴിച്ച് നോക്കാട്ടോ. എനിക്കൊക്കെ ഇത് കഴിക്കാൻ പിന്നെ ഇത്തിരി എന്തെങ്കിലും ഇത്തിരി മോരായാലും മതി. അപ്പോൾ എല്ലാവരും ഒരുമാതിരി പാവയ്ക്ക കിട്ടുമ്പോൾ നമ്മളൊന്ന് കൊണ്ടാട്ടം ഉണ്ടാക്കി. അത് നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. അത് 1 കിലോ പാവയ്ക്ക മേടിച്ചാൽ നമുക്ക് കുറച്ചെടുത്ത് കുറച്ചേച്ചാൽ മതി, കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിലർ പച്ചയ്ക്ക് ഉണക്കുന്നുണ്ട്, അത് ഇതുമാതിരി പൊങ്ങി വരില്ല. നമ്മൾ വാട്ടിയിട്ട് ഉണക്കുമ്പോഴാണ് ഇതുമാതിരി പൊങ്ങി നല്ല ഇതായിട്ട് വന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.